मिताय कृपदामदाय नगर ग्रामचारी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम राम हरे हरे वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्यः पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्तवृंद। നമുക്ക് ചൈതന്യ ചരിതാമൃതം പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് 5-ാമത്തെ അധ്യായം ചൈതന്യ ചരിതാമൃതത്തിന്റെ ആദ്യ ലീല നിത്യാനന്ദ ബലറാമന്റെ മഹാത്മ്യം. 121 വരെ വായിച്ചു. 122 മുതലാണ്. 121 സഹസ്രവദനേകരേ കൃഷ്ണ ഗുണഗാന നിരവധി ഗുണഗാന നന്ദനഹി പാന. അവിടുന്ന് ആയിരക്കണക്കിന് വായുകളാൽ കൃഷ്ണ ഭഗവാന്റെ മഹിമകൾ ആലപിക്കുന്നുണ്ടെങ്കിലും ഭഗവാന്റെ ഗുണങ്ങൾക്ക് അവസാനം കണ്ടെത്താൻ കഴിയുന്നില്ല. ഇതാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. അടുത്ത 122 സനകാദിശുനേയാൻമുഖേ ഭഗവാനേര ഗുണകഹേ വാസേ പ്രേമസുഖേ. എന്റെ അർത്ഥം, 4 കുമാരന്മാർ അവിടുത്തെ ആദരങ്ങളിൽ നിന്ന് ശ്രീമദ് ഭാഗവതം കേൾക്കുകയും അവരത് ഭഗവത് പ്രേമത്തിന്റെ പരമാനന്ദത്തിൽ ആവർത്തിക്കുകയും ചെയ്തു. അപ്പോ ശ്രീമദ് ഭാഗവതം നമുക്കറിയാം, പരമ്പര വഴിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതില് കുമാരന്മാര് നമ്മുടെ പരമ്പരയിലുള്ളവരാണ്. ഛത്രപാദുക ശയ്യ ഉപദാന വസന ആരാമവാംസ യജ്ഞസൂത്ര സിംഹാസന. ഭഗവാന്റെ കുട, പാദുകം, കിടക്ക, തലേണ, വസ്ത്രങ്ങൾ, വിശ്രമിക്കാനുള്ള ആരാമം, വസതി, ഊണൂൽ, സിംഹാസനം എന്നീ രൂപങ്ങൾ കൈക്കൊണ്ട് അനന്തശേഷൻ ഭഗവാനെ സേവിക്കുന്നു. യത്ര മൂർത്തിഭേകരി കൃഷ്ണസേവാക്കരെ കൃഷ്ണേര ശേഷദാപാന ശേഷനാമധരേ. അപ്രകാരം അവിടുന്ന് ശേഷൻ എന്ന് വിളിക്കപ്പെടുന്നു. കാരണം അവിടുന്ന് കൃഷ്ണന് വേണ്ടിയുള്ള പരിചര്യയുടെ ആത്യന്തിക ഭാവം നേടിയിരുന്നു. കൃഷ്ണസേവനത്തിനായി നാനാരൂപങ്ങൾ സ്വീകരിക്കുന്നു. അവിടുന്ന് ഇപ്രകാരം ഭഗവത്സേവനം നിർവഹിക്കുന്നു. സേയിതാനന്ദയാന്ത കഹിയേക കാല ഏന പ്രഭു നിത്യാനന്ദ കേജനേ താന്ത കേലാം. അനന്തൻ ആരുടെ കലാവിസ്തരണമാണോ ആ മൂല വ്യക്തിത്വമാണ് ഭഗവാൻ നിത്യാനന്ദ പ്രഭു. അതിനാൽ നിത്യാനന്ദ പ്രഭുവിന്റെ ലീലകൾ അറിയാൻ ആർക്കാണ് കഴിയുക? ഇവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങള് ബലരാമൻ തന്നെയാണ് അനന്തശേഷൻ, സംഘർഷണം, നിത്യാനന്ദ പ്രഭു, എല്ലാം ഒരാൾ തന്നെയാണ്. ഇവിടെ പറയുന്നത് ആനന്ദശേഷന് 1000 പണങ്ങളുണ്ട്. അപ്പൊ ഈ 1000 പണങ്ങൾ കൊണ്ട്, അതായത് 500 ദശലക്ഷം യോജന വ്യാസമുള്ള പ്രപഞ്ചം കടുകുമണി പോലെ അപ്പൊ ഇത്രയും ഈ പ്രപഞ്ച സൃഷ്ടിയെ ബലരാമനാണ് ഹോൾഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ വായിച്ചതാണ് 500 ദശലക്ഷം യോജന വ്യാസമുള്ള പ്രപഞ്ചം. അപ്പോ അങ്ങനെയുള്ള ബലരാമൻ അല്ലെങ്കിൽ അനന്തശേഷൻ ആരുടെ വിസ്തരണമാണ്? ഭഗവാന്റെ നേരിട്ടുള്ള വിസ്തരണമാണ്. അപ്പൊ ഇവിടെ നമ്മൾ വായിച്ചത് ആ അനന്തശേഷൻ എന്താ ചെയ്യുന്നത്? ഇവിടെ പറയുന്നത് ഭഗവാന്റെ കുട, പാദകം, കിടക്ക, തലേണ, വസ്ത്രം, വിശ്രമിക്കാൻ ആരംഭം, വസതി, ഭൂമി, സിംഹാസനം എന്നീ രൂപങ്ങൾ കൈക്കൊണ്ട്
അനന്തശേഷൻ ഭഗവാനെ സേവിക്കുന്നു. അപ്പൊ ഇവിടെ സേവനം സേവനം സേവനം, സേവനമല്ലാതെ മറ്റൊന്നും ഇല്ല. എപ്പോഴും ഭഗവാന്റെ സേവനം ചെയ്യുക എന്നുള്ളതാണ് ധർമ്മം. ആയിരക്കണക്കിന് വാഗുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇതാണ് അനന്തശേഷന്റെ ലീല. സഭാപ്രമാണേ ജാനി നിത്യാനന്ദ തത്വസി ഈ നിഗമനങ്ങളിൽ നിന്ന് നമുക്ക് നിത്യാനന്ദ പ്രഭുവിന്റെ തത്വവിശാലത അറിയാൻ കഴിയും. അങ്ങനെയുള്ള അവിടുന്നിനെ അനന്തൻ എന്ന് വിളിക്കുന്നതിൽ എന്താണ് മഹത്വമുള്ളത്? അഥവാ അഭക്തേരവാക്യമാനി സത്യകരി സകല സംഭവേ താന്തേ യാതേ അവതാജി. പക്ഷെ ഞാനത് സത്യമായി അംഗീകരിക്കുന്നു. എന്തെന്നാൽ ഭക്തന്മാരാലാണ് അത് പറയപ്പെട്ടത്. എല്ലാ അവതാരങ്ങളുടെയും ഉറവിടമായ അവിടുന്ന് എല്ലാം സാധ്യമാണ്. അവതാരി അഭേദയെ ജാനേ പൂർവേ യൈഛേ കൃഷ്ണയ്ക്ക് കഹോ കരി മാനേ. അവതാരവും അവതാരിയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലെന്ന് അവർക്കറിയാം. മുമ്പ് കൃഷ്ണ ഭഗവാൻ വ്യത്യസ്ത ജനങ്ങളാൽ വ്യത്യസ്ത തത്വങ്ങളുടെ വെളിച്ചത്തിൽ പലവിധ അറിയപ്പെട്ടിരുന്നു. കേഹോ കഹേ കൃഷ്ണ സാക്ഷാത് നരനാരായണ, കേഹോ കഹേ കൃഷ്ണ ഹയ സാക്ഷാത് വാമന. കൃഷ്ണൻ സാക്ഷാൽ നരനാരായണനാണെന്ന് ചിലർ പറഞ്ഞിരിക്കുന്നു. മറ്റു ചിലർ അവിടുന്ന് വാമനദേവന്റെ പുനർ അവതാരമെന്ന് വിളിച്ചു. കേഹോ കഹേ കൃഷ്ണ ശിരോദശായി അവതാര അസംഭവാനഹേ സത്യാവചന സവാര. ചിലർ കൃഷ്ണനെ ക്ഷീരോദശായിയുടെ അവതാരമായി കണ്ടു. ഇവയെല്ലാം ശരിയാണ്. ഇതിൽ അസാധ്യമായ ഒന്നും ഇല്ല. കൃഷ്ണയേ അവതാരേ സർവാംശാശയം കൃഷ്ണേ. പരമപുരുഷൻ ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുമ്പോൾ അവിടുന്ന് തന്റെ എല്ലാ വിസ്തരണങ്ങളെയും ആശ്രയമായി. കൃഷ്ണാവതാര വേളയിൽ എല്ലാ അംശങ്ങളും അവിടുന്ന്. ഇത് വളരെ ഇമ്പോർട്ടന്റ്. കൃഷ്ണൻ അവതരിക്കുമ്പോൾ അവിടുന്ന് തന്റെ എല്ലാ വിസ്തരണങ്ങളുടെയും ആശ്രയമാകുന്നു. കൃഷ്ണാവതാര വേളയിൽ എല്ലാ അംശങ്ങളും അവിടുന്ന് ചേരുന്നു. അപ്പൊ ഭഗവാൻ പലതായിട്ട് വിസ്തരിച്ചിട്ടുണ്ടെങ്കിലും കൃഷ്ണാവതാരത്തില് അല്ലെങ്കിൽ കൃഷ്ണാവതാര വേളയിൽ എല്ലാ അംശങ്ങളും ഒരുമിച്ച് ചേർന്നു എന്നാണ് പറയുന്നത്. രൂപേ ജനേ കഹേ സകല സംഭവേ കൃഷ്ണ പിച്ചു നിത്യാനഹേ. കൃഷ്ണനെ ഏതെല്ലാം രൂപത്തിൽ ഒരുവൻ അറിയുന്നുവോ അവൻ ആ വിധത്തിൽ അവിടുന്നിനെ പറ്റി പറയുന്നു. ഇതിൽ യാതൊരു മിഥ്യയുമില്ല. കാരണം എല്ലാം കൃഷ്ണനിൽ സാധ്യമാണ്. അപ്പൊ ഈ ശ്ലോകത്തിന് പ്രഭുപാദര് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഭാവാർത്ഥം: ഞങ്ങൾ ഹൈദരാബാദിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം പ്രചരണം ചെയ്യവേ ഞങ്ങളുടെ 2 സന്യാസിമാർക്കിടയിൽ ഉണ്ടായ ഒരു സംഭവം ഇത്തരത്തിൽ പ്രതിപാദിക്കാവുന്നതാണ്. അവരിൽ ഒരാൾ ഹരേ രാമ എന്ന നാമം പ്രതിപാദിക്കുന്നത് ബലരാമനെയാണെന്ന് പ്രസ്താവിച്ചു. അതല്ല, ഹരേ രാമ എന്നത് രാമനെയാണെന്ന് പഠിപ്പിക്കാമെന്ന് മറ്റൊരാൾ എതിർത്തു. ഒരു വിവാദം ഹരേ രാമ ഇതിലെ രാമൻ ഭഗവാൻ രാമചന്ദ്രനാണെന്ന് ഒരാളും ബലരാമനാണെന്ന് മറ്റൊരാളും പറയുന്ന പക്ഷം രണ്ടുപേരും പറയുന്നത് ശരിയാണെന്നും ബലരാമനും രാമചന്ദ്രനും തമ്മിൽ ഒരു വ്യത്യാസവും എന്നുമുള്ള എന്റെ തീരുമാനം ഞാൻ അവർക്ക് നൽകി. അപ്പൊ ഇപ്പോഴും പലർക്കും ഒരു സംശയമുണ്ട്. നമ്മൾ രാമ എന്ന് വിളിക്കുമ്പോൾ അത് ശ്രീരാമചന്ദ്രനെയാണോ അത് ബലരാമനെയാണോ എന്നൊരു സംശയം. അപ്പോ രണ്ടും എടുത്താലും ശരിയാണ്. അതാണ് രണ്ടുപേരും പറയുന്നത് ശരിയാണെന്നും ബലരാമനും രാമചന്ദ്രനും തമ്മിൽ ഒരു വ്യത്യാസമില്ലെന്നുമുള്ള എന്റെ തീരുമാനം ഞാൻ അവർക്ക് നൽകി.
ശ്രീ ചൈതന്യ ചരിതാമൃതത്തിൽ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി അതേ വിധി പ്രസ്താവിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. ഈ രൂപജനെ സൈതഹ കഹേ സകല സംഭവേ കൃഷ്ണ കിച്ചു മിഥ്യാനഹി. ഒരുവൻ ഹരേ രാമ ശബ്ദസ്പന്ദനത്തിലൂടെ രാമചന്ദ്രനെ അല്ലയോ രാമചന്ദ്ര ഭഗവാനെ എന്ന അർത്ഥത്തിൽ വിളിക്കുന്ന പക്ഷം അവൻ തികച്ചും ശരിയാണ്. അതുപോലെ ഒരുവൻ ഹരേ രാമ എന്ന അല്ലയോ ബലരാമ ഭഗവാനെ എന്നാണ് അർത്ഥമെന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. വിഷ്ണുതത്വത്തിൽ അറിവുള്ളവർ ഇത്തരം വിശദാംശങ്ങളുടെ പേരിൽ പോരാടുകയില്ല. കാരണം രണ്ടും ഒരാൾ തന്നെയാണ്. ആ ആത്മീയ നഭസ് കൃഷ്ണൻ ക്ഷീരോദശായി വിഷ്ണുവായും നാരായണനുമായിരിക്കുന്നതും വസുദേവൻ, സംഘർഷൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നീ ചതുർയുഗങ്ങൾ അനുസരിക്കുന്നതും സംബന്ധിച്ച് വിഭവഗോസ്വാമി ലഘുഭാഗവതാമൃതത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. കൃഷ്ണൻ നാരായണന്റെ അവതാരമാണെന്ന ആശയത്തെ എതിർത്ത് തോൽപ്പിച്ചിരിക്കുന്നു. കൃഷ്ണൻ ഒരിക്കലും നാരായണന്റെ അവതാരമല്ല എന്ന് വിഭവഗോസ്വാമി ലഘുഭാഗവതാമൃതത്തിൽ വിശേഷിച്ചിരിക്കുന്നു. നാരായണനാണ് ആദികൃഷ്ണനെന്നും കൃഷ്ണൻ അവിടുത്തെ അവതാരമാണെന്നും ചില ഭക്തർ വിചാരിക്കുന്നു. ശങ്കരാചാര്യ പോലും തന്റെ ഭഗവത്ഗീത വ്യാഖ്യാനത്തിൽ ദേവകിയുടെയും വസുദേവന്റെയും പുത്രനായ കൃഷ്ണനായി അവതരിച്ച നാരായണനെ പരമദിവ്യത്വം കൃഷ്ണനായി അംഗീകരിക്കുന്നു. നമുക്കറിയാം, അക്കോർഡിംഗ് ടു ഭാഗവതം, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഭഗവാൻ കൃഷ്ണനാണ്. അതിന് വിഷയം മനസ്സിലാക്കുക പ്രയാസമായിരിക്കാം. പക്ഷെ വിഭവഗോസ്വാമിയുടെ നേതൃത്വത്തിലുള്ള ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായം എല്ലാം കൃഷ്ണനിൽ നിന്ന് ഉത്ഭവിക്കുന്നുവെന്ന് ഭഗവത്ഗീത തത്വത്തെ സമർത്ഥിക്കുന്നു. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നു, അഹം സർവസ്യ പ്രഭവോ, എല്ലാത്തിന്റെയും യഥാർത്ഥ ഉറവിടം ഞാനാണ്. എല്ലാം എന്ന് പറയുമ്പോൾ അതിൽ നാരായണനും ഉൾപ്പെടുന്നു. അപ്പൊ ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അഹം സർവസ്യ പ്രഭവോ. അത് മാത്രമല്ല, ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അർജുനന് നാരായണന്റെ രൂപവും കാണിക്കുന്നുണ്ട്. പക്ഷെ അവസാനം യഥാർത്ഥ രൂപത്തിൽ വരണമെന്നും അർജുനൻ പറയുമ്പോൾ വീണ്ടും ഭഗവാൻ രണ്ടു കൈയുള്ള ഭഗവാന്റെ യഥാർത്ഥ രൂപത്തിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. അതിനാൽ വിഭവഗോസ്വാമി അദ്ദേഹത്തിന്റെ ലഘുഭാഗവതാമൃതത്തിൽ നാരായണനല്ല കൃഷ്ണനാണ് ആദികൃഷ്ണനായ ഭഗവാനെന്ന് സ്ഥാപിച്ചു. ഇത് സംബന്ധിച്ച് അദ്ദേഹം ശ്രീമദ് ഭാഗവത്തിൽ 3:2-15 നിന്നും ഒരു ശ്ലോകം ഉദ്ധരിച്ചിരിക്കുന്നു. സ്വശാന്തരൂപേക്ഷിതരൈ സ്വരൂപൈ അഭ്യർത്യാനേഷു പരാവരേഷു മഹദംശയുക്തോ ഖ്യാജോ ബിജാദോ ഭഗവാൻ യഥാഗ്നി. വാസുദേവനെ പോലുള്ള തന്റെ പരിശുദ്ധ ഭക്തന്മാർ കംസനെ പോലുള്ള അപകടാരികളായ അസുരന്മാരാൽ വളരെയധികം ഉപദ്രവിക്കപ്പെടുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ എല്ലാ ലീലാ അവതാരങ്ങളോടും കൂടി ചേർന്ന് അജനെങ്കിലും ജാതനാകുന്നു. അരണിയിൽ നിന്ന് കർഷണത്താൽ അഗ്നി പ്രത്യക്ഷപ്പെടുന്നത് പോലെ തീപ്പട്ടിയോ മറ്റേതെങ്കിലും ജ്വാലയോ ഇല്ലാതെ യജ്ഞാഗ്നി തെളിയിക്കാൻ അരണി വിറക് ഉപയോഗിക്കുന്നു. അരണി കടഞ്ഞ് അഗ്നി ഉണ്ടാകുന്നത് പോലെ ഭക്തന്മാരും അഭക്തന്മാരും തമ്മിൽ ഉരസൽ തീവ്രമാകുന്ന വേളയിൽ ഭഗവാൻ അഗ്നി സമാനം പ്രത്യക്ഷപ്പെടുന്നു. കൃഷ്ണൻ പ്രത്യക്ഷനാകുമ്പോൾ അവിടുന്ന് സമ്പൂർണനായാണ് പ്രത്യക്ഷനാകുന്നത്. നാരായണൻ, വാസുദേവൻ, സംഘർഷൻ, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ തുടങ്ങിയ സ്വവിസ്തരങ്ങളോടുകൂടി അവിടുന്ന് ആവിർഭവിക്കുന്നു. കൃഷ്ണൻ എല്ലായ്പ്പോഴും നരസിംഹം, വരാഹം, വാമനൻ, നരനാരായണൻ, ഹയഗ്രീവൻ, അജിതൻ തുടങ്ങിയ മറ്റ് അവതാരങ്ങളെ ഉൾക്കൊള്ളുന്നവനാകുന്നു. വൃന്ദാവനത്തിൽ അവിടുന്ന് അത്തരം അവതാരങ്ങളുടെ പ്രവർത്തനങ്ങൾ ചില വേളകളിൽ പ്രദർശിപ്പിക്കാറുമുണ്ട്. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഇങ്ങനെ പറയുന്നു, വൈകുണ്ഠത്തിൽ ചതുർഭുജ ദാനെ അറിയപ്പെടുന്ന എല്ലാ ജീവസത്തുക്കളും
സുഹൃത്തും ക്ഷീരസാഗരത്തിൽ ശേവദ്വീപിന്റെ നാഥനും എല്ലാ പുരുഷന്മാരിലും ശ്രേഷ്ഠനുമായ അതേ ഭഗവാൻ നന്ദന്റെ പുത്രനായി ആവിർഭവിച്ചു. ഒരഗ്നിയിൽ വ്യത്യസ്ത മാനങ്ങളിലുള്ള അനേകം സ്ഫുലിംഗങ്ങളുണ്ട്. അവയിൽ ചിലത് വളരെ വലുതായിരിക്കും, ചിലത് ചെറുതും. ചെറിയ സ്ഫുലിംഗങ്ങളെ ജീവസത്വങ്ങളോട് താരതമ്യം ചെയ്യപ്പെടുന്നു. വലിയവ കൃഷ്ണന്റെ വിഷ്ണു പുസ്തകങ്ങളോടും. എല്ലാം ഭഗവത് അവതാരങ്ങളും കൃഷ്ണനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അവരുടെ ലീലകളുടെ അന്ത്യത്തിൽ അവർ വീണ്ടും കൃഷ്ണനിലേക്ക് ലയിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പോയിന്റ്, കൃഷ്ണനാണ് എല്ലാത്തിൻ്റെയും ഉറവിടം. എല്ലാ അവതാരങ്ങളും വരുന്നത് കൃഷ്ണനിൽ നിന്നാണ് എന്നുള്ളതാണ് ഇതിന്റെ കൺക്ലൂഷൻ. അതുകൊണ്ട് വിഷ്ണുപുരാണങ്ങളിൽ കൃഷ്ണൻ ചിലപ്പോൾ നാരായണനായും, ചിലപ്പോൾ ക്ഷീരോദശായ വിഷ്ണുവായും, ചിലപ്പോൾ ഗർഭോദശായ വിഷ്ണുവായും, ചിലപ്പോൾ വൈകുണ്ഠനാഥനായും വിവരിക്കുന്നു. കൃഷ്ണൻ സദാ സർവദാ പൂർണ്ണനാകയാൽ മൂലസംഘർഷനും കൃഷ്ണനിലുണ്ട്. എല്ലാ അവതാരങ്ങളും പ്രത്യക്ഷപ്പെടുന്നത് മൂലസംഘർഷണം ആയതിനാൽ അവിടുന്ന് തന്റെ പരമോന്നത ഇച്ഛയാൽ കൃഷ്ണന്റെ സാധ്യത്തിൽ പോലും വ്യത്യസ്ത അവതാരങ്ങളായി ഒരേ സമയം പ്രത്യക്ഷപ്പെടാൻ കഴിയുമെന്ന് മനസ്സിലാക്കണം. മാമുനിമാർ അതിനാൽ ഭഗവാനെ വിവിധ നാമങ്ങളിൽ വാഴ്ത്തുന്നു. അപ്രകാരം എല്ലാ അവതാരങ്ങളുടെയും സ്രോതസ്സായ മൂല്യവ്യക്തി ചിലപ്പോൾ ഒരു അവതാരമായി വിവരിക്കപ്പെടുമെങ്കിലും അതിൽ വൈരുദ്ധ്യമില്ല. അപ്പോ എല്ലാം ഒരാളാണ്, എന്നാൽ ഒറിജിൻ, അതായത് ഉത്ഭവം കൃഷ്ണനാണ്. അതായത് വേറൊരു എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ 10 മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ 10 മെഴുകുതിരിയും ഒരേപോലെ കാണപ്പെടും. പക്ഷെ എന്നാലും എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ അത് ഒന്നിൽ നിന്നാണ് ഒന്ന് കത്തിച്ച്, അല്ലെ? അപ്പോ ഏതോ ഒരു മെഴുകുതിരി അതിന്റെ ഒറിജിനാണ്, ഉത്ഭവം. അതിൽ നിന്നാണ് മറ്റു വിളക്ക് അല്ലെങ്കിൽ മെഴുകുതിരിയിൽ കത്തിക്കപ്പെട്ടത്. അപ്പൊ ഇവിടെ പറയുന്നത് മാമുനിമാർ പല രൂപത്തിലും അല്ലെങ്കിൽ ഭഗവാനെ പൂജിക്കുന്നു, അല്ലെങ്കിൽ പല നാമങ്ങളില് ഭഗവാനെ സ്തുതിക്കുന്നു. എന്നാലും മൂലവ്യക്തി എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. അപ്പൊ അതില് വൈരുദ്ധ്യമില്ല എന്നുള്ളതാണ്. അതയേവ കൃഷ്ണ ചൈതന്യ ഗോസാനി സർവ അവതാര ലീല കൈവാരായി. അതുകൊണ്ട് ശ്രീ ചൈതന്യ മഹാപ്രഭു എല്ലാ അവതാരങ്ങളുടെയും എല്ലാ ലീലകളും എല്ലാവരും പ്രദർശിക്കപ്പെട്ടതായി കാണുന്നു. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു എല്ലാ അവതാരങ്ങളുടെയും എല്ലാ ലീലകളും എല്ലാവർക്കും പ്രദർശിപ്പിച്ചതായി കാണപ്പെടുന്നു. രൂപ നിത്യാനന്ദ ആനന്ദ പ്രകാശ സൈ ഭാവ കഹേമിനി ചൈതന്യദാസ. അപ്രകാരം നിത്യാനന്ദ പ്രഭുവിന് അനന്തമായ അവതാരങ്ങളുണ്ട്. അതീന്ദ്രിയമായ ഭാവത്തിൽ തന്നെ ചൈതന്യദാസനെന്ന് അവർ സ്വയം വിളിക്കുന്നു. അപ്പോ ഏത് രൂപത്തിൽ വന്നാലും നിത്യാനന്ദ പ്രഭു സേവനം 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 എന്ന് പറഞ്ഞാൽ ഭഗവാനെ സൃഷ്ടി ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നിത്യാനന്ദ പ്രഭു ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ബലരാമനായിട്ട് വന്നപ്പോഴും ഭഗവാനെ സേവനം ചെയ്തു. അനന്തശേഷൻ ശാശ്വതമായി ഭഗവാനെ സേവനം ചെയ്യുന്നു. അതുപോലെ സംഘർഷണം. നിത്യാനന്ദ പ്രഭുവും ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകളെല്ലാം സൃഷ്ടിക്കുകയും ലീലകളെ പ്രചരിപ്പിക്കുകയും ചൈതന്യ മഹാപ്രഭുവിനെ സേവനം ചെയ്യുകയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ എല്ലാം ഒരാള് തന്നെയാണ്. പക്ഷെ ഇവിടെ നമുക്കറിയാം ഭഗവാൻ, അതായത് ബലറാം വന്നിട്ട് ഗുരുവായിട്ട്, സുഹൃത്തായിട്ട്, സഹോദരനായിട്ട്, കൃത്യനായിട്ട്, അപ്പൊ അതായത് ഈ 4 രൂപത്തിലും ഭഗവാനെ സേവനം ചെയ്യും. അപ്പൊ നമുക്കറിയാം ദ്വാപരയുഗത്തില് സഹോദരനായി, മൂത്ത സഹോദരനായി വന്നു. അതുപോലെ ശ്രീരാമചന്ദ്രൻ അവതരിച്ചപ്പോൾ ലക്ഷ്മൺ ഇളയ സഹോദരനായി വന്നു. അല്ലാത്തപ്പോഴൊക്കെ നമുക്ക് ഗുരുവായി പലപ്പോഴും ഭഗവാന്റെ മൂത്ത സഹോദരനാണെങ്കിലും ചില സമയത്ത് നമുക്ക് ബലരാമൻ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഭഗവാൻ അത് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ
ഒരു പാസ്റ്റ് ടൈം, അതായത് ദുര്യോധനും ഭീമനും തമ്മിലുള്ള ഗതാഗതത്തില് അവസാന സമയത്ത് അവിടെ ബലരാമൻ പ്രത്യക്ഷപ്പെടും. അപ്പൊ ബലരാമൻ വന്നിട്ട് ഭീമന്റെ പ്രവൃത്തിയെ വളരെ വിശദമായി വിമർശിക്കുകയും ഭീമനെ കൊല്ലാനായിട്ട് ഒരുങ്ങുകയും ചെയ്തു. അപ്പൊ ആ സമയത്ത് തടുക്കുന്നത് ഭഗവാൻ കൃഷ്ണനാണ്. അപ്പൊ അവിടെ മൂത്ത സഹോദരനാണ് കൃഷ്ണനെ ഉപദേശിക്കുന്നത്, കൃഷ്ണന്റെ സഹോദരൻ. പക്ഷെ ആ സമയത്ത് കൃഷ്ണൻ ബലരാമനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്താണ്? അങ്ങ് ആരാണ്, അങ്ങയുടെ യഥാർത്ഥ രൂപം എന്ന് ആലോചിച്ച് നോക്കുക എന്ന് പറയും. അപ്പൊ ബലരാമൻ ആരാണ് എന്ന് ചിന്തിച്ചപ്പോൾ മനസ്സിലായി, ഞാന് അനനാണ് എന്ന് മനസ്സിലായി. എന്റെ ഡ്യൂട്ടി സേവനമാണ് എന്ന് മനസ്സിലായി. പിന്നെ ബലരാമൻ ശാന്തനായിട്ട് തിരിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ പ്രഭുപാദർ വിമർശിക്കുന്ന ഒരു കാര്യം, അതായത് ബംഗാളില് നദിയ നാഗരി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവര് ചൈതന്യ മഹാപ്രഭുവിനെ മാത്രം വർഷിക്കുന്നു. അവര് രാധാകൃഷ്ണ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷെ നമ്മുടെ പ്രിയ വൈഷ്ണവ സമ്പ്രദായത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രാധാകൃഷ്ണ വർഷിപ്പിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം ചൈതന്യ മഹാപ്രഭു തന്നെ രാധാകൃഷ്ണ നഹി അന്യ എന്ന് പറയുന്നുണ്ട്. രണ്ടുപേരുടെയും കോമ്പിനേഷനാണ്. അപ്പോ ഇങ്ങനെയുള്ള കൂട്ടര് പിന്നീട് രാധാകൃഷ്ണ വർഷിപ്പ് ഉപേക്ഷിക്കുകയും പിന്നീട് ചൈതന്യ മഹാപ്രഭുവിനെ ആരാധനയും ഉപേക്ഷിക്കും എന്ന് ഒരു പർപ്പോട്ടില് പ്രഭുപാദർ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടം വന്നുകൂടുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മളും ആധികാരികമായ പരമ്പര തന്നെ ഫോളോ ചെയ്യണം എന്ന് പറയുന്നതിന്റെ കാരണം. അപ്പൊ അവരെ നമ്മൾ അനുകരിക്കാൻ പാടില്ല. അടുത്ത 135 കപു ഗുരു കപു സഖ കപു ഭൃത്യലീല പൂർവേന തിനാഭാവേ വ്രജേ കൈലാം. നിത്യാനന്ദ പ്രഭു ചിലപ്പോൾ ഗുരുവായും ചിലപ്പോൾ സുഹൃത്തായും മറ്റു ചിലപ്പോൾ കൃത്യനായും അവിടുന്ന് സേവിക്കുന്നു. മുമ്പ് വ്രജത്തിൽ ഭഗവാൻ ബലരാമനും ഈ 3 ഭാവങ്ങളിലാണ് കൃഷ്ണനോട് ലീലകൾ ആടിയിരുന്നത്. 136 ഋഷഹന കൃഷ്ണസനെ അതാ മാതിര കപു കൃഷ്ണ കരേ താൻ പാദസംവാഹനം. ബലരാമൻ കൃഷ്ണനോടൊത്ത് ഒരു കാളയെ പോലെ കളിക്കുമ്പോൾ ശിരസുകൾ കൂട്ടിമുട്ടിച്ച് യുദ്ധം ചെയ്യുന്നു. മറ്റു ചിലപ്പോൾ കൃഷ്ണൻ ബലരാമന്റെ പാദങ്ങൾ തിരുമിക്കൊടുക്കുന്നു. ആപനാകെ കൃത്യകരി കൃഷ്ണയെ പ്രഭുജാനെ കൃഷ്ണേര കലാര കല ആപാനെ മാനേ. ബലരാമൻ തന്നെ ഒരു കൃത്യനായി കരുതുകയും കൃഷ്ണൻ തന്റെ ബ്രജവാനെ അറിയുകയും ചെയ്യുന്നു. അപ്രകാരം കൃഷ്ണൻ ഒരു കലാവിസ്തരണത്തിന്റെ തുച്ഛമായ വിസ്തരണത്തിന് താനെന്ന് ബലരാമൻ സ്വയം കരുതുന്നു. അപ്രകാരം കൃഷ്ണന്റെ ഒരു കലാവിസ്തരണത്തിന്റെ തുച്ഛമായ വിസ്തരണമാണ് താനെന്ന് ബലരാമൻ സ്വയം കരുതുന്നു. അപ്പൊ ഇവിടെ ഇനി തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഭഗവാന്റെ ലീലകൾ, അതായത് ദ്വാപരയുഗത്തിൽ കൃഷ്ണനും ബലരാമനും സുഹൃത്തുക്കളും വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പലതരം മൃഗങ്ങളുടെ ശബ്ദം പുറപ്പെടുവിക്കുകയും മൃഗങ്ങളെ അനുകരിച്ച് കാണിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പലപ്പോഴും യുദ്ധം ചെയ്യാറുണ്ട്. അപ്പൊ ആ സമയത്തെല്ലാം അവർ തളർന്നു പോകുമ്പോൾ കൃഷ്ണൻ വന്നിട്ട് ബലരാമന്റെ പാദങ്ങൾ തിരുമ്മിക്കൊടുത്ത അവസരവും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ബലരാം തിരിച്ച് കൃഷ്ണനെ സേവ ചെയ്തിട്ടുണ്ട്. വൃക്ഷായമാണോ നർദ്ദന്തോ യുയാത തേ പരസ്പരം അനുകൃത്യാരുതൈ ജന്തു
ചേരതു പ്രാകൃതോ യഥാ. സാധാരണ ബാലന്മാരെ പോലെ അഭിനയിച്ച അവർ കാള കളിക്കുമ്പോൾ മുക്കിയിട്ടുകൊണ്ട് പരസ്പരം പൊരുതുകയും പലതരത്തിലുള്ള മൃഗങ്ങളുടെ ശബ്ദം അനുകരിക്കുകയും ചെയ്തു. ഇതും വരുന്ന ഉദ്ധരണിയും ഭാഗവതം, അതായത് 10, 11, 40, 10, 15, 14 എന്നുള്ളവയാണ്. ക്വചിത് ക്രീഡാ പരിശാന്തം ഗോപോത്സംഗോ ബർഹണം സ്വയം വിസ്സാമയത്യാര്യം പാദസം സംവാഹനാതിഭി. ശ്രീകൃഷ്ണന്റെ മുതിർന്ന സഹോദരൻ ബലരാമൻ ചിലപ്പോൾ കളികൾക്ക് ശേഷം ക്ഷീണിതനായി ഒരു ഗോപബാലകന്റെ മടിയിൽ ശിരസ് ചായച്ച് വിശ്രമിക്കുന്ന വേളയിൽ കൃഷ്ണൻ സ്വയം അവിടുത്തെ പാദം തുരുമ്മി സേവിച്ചു. അപ്പൊ ഇത് ബലരാമനെ സേവിച്ച കാര്യമാണ് പറയുന്നത്. ഇതുപോലെ ഭഗവാൻ തന്റെ ഭക്തന്മാരെയും ഗോപന്മാരെയും സേവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കൃഷ്ണൻ ഭഗവാൻ അല്ല എന്ന് വരുന്നില്ല. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് സേവനത്തിലൂടെയാണ്. അപ്പൊ കൃഷ്ണ ഭക്തനെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു, തന്റെ ഭക്തനെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഭഗവാൻ തന്റെ ഭക്തനെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു, ഭക്തൻ ഭഗവാനെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇത് ഒരു പരസ്പരം ഒരു കോമ്പറ്റീഷൻ, ഒരു മത്സരമായിട്ട് ഇതിങ്ങനെ തുടർന്നു പോകും. അപ്പൊ ഇതിൽ ആരാണ് വിജയിക്കുന്നതെന്ന് ചോദിച്ചാൽ വിജയിക്കും. ചിലപ്പോൾ ഭഗവാൻ വിജയിക്കും, ചിലപ്പോൾ ഭക്തന്മാർ വിജയിക്കുകയും ചെയ്യും. ചിലപ്പോൾ ഭഗവാൻ തോറ്റു കൊടുക്കുന്നതായിട്ട് നമ്മൾ പല ലീലകളിലും കണ്ടിട്ടുണ്ട്. അപ്പോ അടുത്ത ശ്ലോകം കൂടെ വായിക്കാം. 140. ഹേയംബാഹുത ആയാത ദൈവീവ നാരിദാരിശ്രീ പ്രായോ മായാസ്തു മേ പർത്തുർ ജ്ഞാന്യാഭിവിമോചിനി. ആരാണ് ഈ നിഗൂഢ ശക്തി? എവിടെ നിന്നാണ് ഇവൾ വന്നത്? ഇവൾ ഒരു ദേവതയോ അതോ ദുർദേവതയോ? ഇവൾ എന്റെ യജമാനൻ കൃഷ്ണന്റെ മായാശക്തി ആയിരിക്കണം, അല്ലാതെ മറ്റാർക്കാണ് എന്നെ ഈ വിധം സംഭ്രാന്തനാക്കാൻ കഴിയുക? ഓക്കെ, അതിന്റെ ഭാവാർത്ഥം ശ്രീല പ്രഭുപാദർ പറയുന്നത്, ഭഗവാന്റെ വിനോദം നിറഞ്ഞ ലീലകൾ ബ്രഹ്മാവിന്റെ മനസ്സിൽ സംശയം ജനിപ്പിച്ചു. അതിനാൽ ബ്രഹ്മാവ് കൃഷ്ണന്റെ ഭഗവത് പദം പരീക്ഷിക്കുന്നതിനായി സ്വന്തം നിഗൂഢ ശക്തിയാൽ കൃഷ്ണന്റെ പശുക്കിടാങ്ങളെയും ഗോപന്മാരെയും അപഹരിച്ചു. കൃഷ്ണൻ പശുക്കളെയും ബാലകരെയും അവരുണ്ടായിരുന്ന സ്ഥലത്തിൽ തന്നെ പുനഃസ്ഥാപിച്ച് സ്വീകരിച്ചു. അത്തരം വിസ്മയപരമായ ഒരു പകരം വീട്ടലിനെ കുറിച്ച് ബലരാമന്റെ വിചാരങ്ങൾ ഈ ശ്ലോകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഭാഗവതം 10, 13, 37. ഇത് ബ്രഹ്മ വിമോഹന ലീലയെ കുറിച്ചാണ് പറയുന്നത്. ആ ലീല എല്ലാവർക്കും അറിയാം, അതിനെ കുറിച്ച് വിശദീകരിക്കുന്ന. ഇപ്പോ യസ്യാംഗി പങ്കജ രജോകില ലോകപാലേ മൗല്യോത്തമൈർകൃതം ഉപാസിത തീർത്ഥം ബ്രഹ്മാഭാവോഹി യസ്യ കലാകലായാം ശ്രീശോദം ഹേമ ചിരമസ്യ നൃപാസനം കാം. ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിച്ച് ഒരു സിംഹാസനത്തിന്റെ മൂല്യം എന്താണ്? ലോകപാലകന്മാർ അവരുടെ കിരീടം ചൂടിയ ശിരസ്സുകളിൽ അവരുടെ പാദധൂളി ചെയ്യുന്നു. ആ ധൂളി തീർത്ഥസ്ഥലങ്ങളെയും തീർത്ഥീകരിക്കുന്നു. അവിടുത്തെ അംശങ്ങളായ ബ്രഹ്മാവും ശിവനും ലക്ഷ്മി ഞാനും പോലും ശാശ്വതമായി ആ ധൂളി ഞങ്ങളുടെ ശിരസിൽ വഹിക്കുന്നു. ഭാവാർത്ഥം, ബലദേവനെ തങ്ങളുടെ വശത്താക്കണമെന്ന ഉദ്ദേശത്തോടെ അവിടെ നിന്ന് പുകഴ്ത്തിയും ശ്രീകൃഷ്ണൻ നിന്ദിച്ചും സംസാരിച്ച കൗരവരോട് ക്രുദ്ധനായ ബലദേവൻ പറഞ്ഞതാണ് ഈ ശ്ലോകം. ഇത് ബലരാമൻ പറഞ്ഞ ശ്ലോകമാണ്. ഒന്നുകൂടെ വായിക്കാം. ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിച്ച് ഒരു സിംഹാസനത്തിന്റെ മൂല്യം എന്താണ്?
വിവിധ ലോകപാലകന്മാർ കിരീടം ചൂടിയ ശിരസ്സുകളിൽ അവിടുത്തെ പാദധൂളി സ്വീകരിക്കുന്നു. ആ ധൂളി തീർത്ഥസ്ഥലങ്ങളെയും തീർത്ഥീകരിക്കുന്നു. അവിടുത്തെ അംശമായങ്ങളായ ബ്രഹ്മാവും ശിവനും ലക്ഷ്മി ഞാൻ പോലും ശാശ്വതമായ ആ ധൂളി ഞങ്ങളുടെ ശിരസ്സുകളിൽ വഹിക്കുന്നു. അപ്പൊ ഇവിടെ ബ്രഹ്മ ഭഗവാനെ സ്തുതിക്കുകയാണ് ബലദേവൻ, മഹത്വം പറഞ്ഞു കൊടുക്കുന്നതായിട്ട്. ഏകലേ ഈശ്വര കൃഷ്ണ ആരസഭബുദ്ധ്യ യാരേയച്ച് നായച്ഛയാസേ തൈച്ചേ കരേ മുത്യ. കൃഷ്ണൻ മാത്രമാണ് പരമനിയന്താവ്. മറ്റുള്ളവരെല്ലാം അവിടത്തെ കൃത്യന്മാരും അവരെല്ലാം അവിടെ നിന്റെ ഇംഗിതത്തിനൊത്ത് നൃത്തം ചെയ്യുകയാണ്. ഏയ് മത ചൈതന്യ ഗോസാനി ഏകല ഈശ്വര ആരസഭ പ്രകാരം ചൈതന്യനും ഏകൈനിയന്താണ്. മറ്റുള്ളവരെല്ലാം അവിടെ നിന്റെ സഹചാരികളും കിങ്കരന്മാരും ആകുന്നു. 144, 145. ഗുരുവർഗ നിത്യാനന്ദ അദ്വൈതാചാര്യ ശിവാസാദി ആര്യത രഘു സമ ആര്യ സവേ പാരിഷ സവേ നീത സഹായ സബാലാന വിചാകാര്യ സാധേ ഗൗരായ. നിത്യാനന്ദ അദ്വൈതാചാര്യ ശ്രീവാസ് ഠാക്കൂർ തുടങ്ങിയ മുതിർന്നവരും അതുപോലെ അവിടുന്നേക്കാൾ ഇളയവരോ തുല്യരോ മുതിർന്നവരോ ആയ എല്ലാവരും അവിടുത്തെ ലീലകളിൽ സഹായികളാണ്. ഗൗരംഗ മഹാപ്രഭു അവരുടെ സഹായത്തോടെ സ്വലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നു. അപ്പൊ എല്ലാവരും ഗൗരംഗ മഹാപ്രഭുവിനെ സഹായിക്കുകയാണ്, സേവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്വൈത ആചാര്യ നിത്യാനന്ദ ഭഗവാന്റെ സമഗ്രഭാവമായ അദ്വൈതാചാര്യൻ നിത്യാനന്ദ പ്രഭുവും അവിടുത്തെ മുഖ്യ സഹചാരികളാണ്. ഈ രണ്ട് വ്യക്തിത്വങ്ങളുടെയും കൂടെ അവിടുന്ന് വിവിധ രീതിയിലുള്ള ലീലകൾ നിർവഹിക്കുന്നു. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇവരെല്ലാം ചൈതന്യ മഹാപ്രഭുവിന്റെ ശാശ്വതമായിട്ട് സേവനം ചെയ്യുന്നവരാണ്. ഭഗവാന്റെ ലീലകളെ അസിസ്റ്റ് ചെയ്യുകയാണ്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ ചൈതന്യ മഹാപ്രഭു ബലരാമൻ ആദി ഗുരു ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഗുരു ലീലകളില് ഗുരു ആണെങ്കിലും ഭഗവാന്റെ സുഹൃത്തായി, സഹോദരനായി, കൃത്യനായിട്ടൊക്കെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ നമുക്ക് പ്രഭുപാദര് ഇതിന്റെ ഈ ചാപ്റ്ററിന്റെ അവസാനം പറയുന്ന കാര്യം, നമ്മളിപ്പോഴും ആധികാരികമായ സോഴ്സിൽ നിന്ന് തന്നെ ജ്ഞാനം നേടണം. നമ്മൾ ഭഗവത്ഗീത പഠിക്കുമ്പോൾ നമുക്കറിയാം ഗുരുവിന്റെ പ്രസക്തി എന്താണ്. അപ്പോ ദൗർബല്യം കൊണ്ട് അർജുനൻ യുദ്ധം ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന സമയത്ത്, അത് ആശങ്ക അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയ സമയത്ത് ഭഗവാൻ ഉള്ളത് കൊണ്ട് അർജുന് സഹായമായി. എന്ന് പറഞ്ഞാല് ഭഗവാനെ തന്നെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അർജുനൻ പിന്തുടർന്നു, ഫോളോ ചെയ്തു. അതുകൊണ്ട് വിജയവും ഉണ്ടായി. പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് എപ്പോഴും ഗുരു അടുത്തുണ്ടാവും ഇല്ല അല്ലേ? അപ്പൊ ആ സമയങ്ങളിലും നമുക്ക് തീരുമാനമെടുക്കാനുള്ള ബുദ്ധി ഉണ്ടായിരിക്കണം. ഗുരുവിനെ നമുക്ക് നമ്മൾ ചെയ്യുന്ന സേവനങ്ങളെ കുറിച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം, സജഷൻസ് ചോദിക്കാം. പക്ഷെ ഫിസിക്കലായിട്ട് എപ്പോഴും നമുക്ക് കാണാൻ കഴിയില്ല. എപ്പോഴും
ഫിസിക്കലായിട്ട് ഗുരുവിന്റെ മുമ്പിൽ പ്രസന്റ് അല്ല. അപ്പൊ ആ സാഹചര്യത്തില് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് പ്രഭുപാദർ തന്നിട്ടുള്ള അല്ലെങ്കിൽ ആചാര്യന്മാർ തന്നിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. ഇപ്പൊ പലപ്പോഴും പ്രഭുപാദ ശിഷ്യന്മാർ പലപ്പോഴും പ്രഭുപാദർക്ക് പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും പ്രഭുപാദ അസോസിയേഷൻ നമുക്ക് കിട്ടുന്നില്ല, ഫിസിക്കലായിട്ടുള്ള അസോസിയേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മിസ്സിങ് യു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം പല ശിഷ്യന്മാരും പല സ്ഥലങ്ങളിൽ പ്രചാരത്തിനായിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ പ്രഭുപാദർ പറഞ്ഞു, എന്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കുന്നിടത്തോളം കാലം നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ട്. അപ്പൊ ഇവിടെ ഭക്തിസാന്ദ് സരസ്വതി ഠാക്കൂർ ഒരു കഥ പറയുന്നുണ്ട്. അതായത് ചില സമയത്ത് ഗുരു ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നിർദ്ദേശം തരാൻ നമുക്ക് ആളുണ്ടെങ്കിലും അത് സ്വീകരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. ഇപ്പൊ മഹാഭാരതത്തിൽ തന്നെ വിതുരനും അതുപോലെ ഭീഷ്മാചാര്യനും എല്ലാം തുടർച്ചയായിട്ട് ഉപദേശങ്ങൾ കൊടുത്തിരുന്നു. ആർക്ക്? ധൃതരാഷ്ട്രക്ക്, അല്ലെ? പക്ഷെ ധൃതരാഷ്ട്ര അത് സ്വീകരിച്ചോ? ഇല്ല. സോറി, ധൃതരാഷ്ട്ര അത് സ്വീകരിച്ചില്ല, അല്ലെ? അപ്പോ ചില സമയത്ത് നമുക്ക് ഗുരു പ്രസന്റ് ആണ്, നമ്മുടെ മുമ്പിൽ സന്നിഹിതനാണെങ്കിലും നിർദ്ദേശങ്ങൾ തന്നാലും ചില സമയത്ത് നമ്മൾ പാലിക്കില്ല. ഇവിടെ ഭക്തിസാന്ദ് സരസ്വതി ഠാക്കൂർ കഥ പറഞ്ഞത്, അതായത് ഒരു കുരങ്ങ്, അതായത് നമ്മൾ കേട്ടിട്ടുണ്ടായോ ആ കഥ? ഒരു കൊട്ടാരത്തില്, അതായത് രാജ്ഞിക്ക് കുരങ്ങന്മാരെ വളരെ ഇഷ്ടമായിരുന്നു. അപ്പൊ ഒരുപാട് കുരങ്ങന്മാരെ ആ കൊട്ടാരത്തില് വളർത്തിയിരുന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടം പോലെ ആഹാരവും വലിയ സദ്യയൊക്കെ കൊടുത്ത് വളർത്തി. അപ്പൊ അവരെല്ലാം വളരെ സന്തോഷമായിട്ട് ജീവിച്ചു പോന്നു. എല്ലാവർക്കും വളരെ സന്തോഷം. പക്ഷെ അതില് ഒരു കുരങ്ങൻ, അതായത് വളരെ എൽഡറായിട്ടുള്ള വയസ്സായിട്ടുള്ള അദ്ദേഹം ഈ മറ്റുള്ള കുരങ്ങന്മാരെ ഉപദേശിച്ചു, യഥാർത്ഥത്തില് നമുക്കിപ്പോ സന്തോഷമുണ്ട്, പക്ഷെ ഈ സന്തോഷം ശാശ്വതമല്ല. കാരണം നമ്മുടെ സ്ഥലം വനമാണ്, നമുക്ക് വനത്തിലേക്ക് തിരിച്ചു പോകാം, എപ്പോഴെങ്കിലും ഒരു അപകടം നമുക്ക് സംഭവിച്ചുകൂടായില്ല എന്ന് പറയും. ഈ മറ്റുള്ള കുരങ്ങന്മാരെല്ലാം ഇദ്ദേഹത്തിനെ കളിയാക്കി. ഈ വയസ്സൻ ഇദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് തോന്നുന്നു. ഇവിടെ എന്താ കുറവ്? നമുക്ക് വളരെ സന്തോഷമായിട്ട് സമയാസമയങ്ങളിൽ ഭക്ഷണം എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്, ഇദ്ദേഹം എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോ കുറെ പ്രാവശ്യം ഇദ്ദേഹം ഉപദേശിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ നിർദ്ദേശം ഫോളോ ചെയ്യാൻ ഈ കുരങ്ങന്മാർ തയ്യാറായില്ല. ഈ കുരങ്ങൻ തിരിച്ച് കാട്ടിലേക്ക് പോവുകയും ചെയ്തു, വയസ്സായ കുരങ്ങൻ. അപ്പോ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ കൊട്ടാരത്തില് കുതിരകളെ പാർപ്പിക്കുന്ന സ്ഥലത്ത് എന്താ പറയുക, കുതിരാലയം. അപ്പൊ അവിടെ ഒരിക്കൽ യാദൃച്ഛികമായി തീ പിടിച്ച് ഈ കുതിരകളെല്ലാം വെന്തു. അപ്പൊ ആ അവസരത്തില് കൊട്ടാര വൈദ്യൻ വന്ന് പറഞ്ഞു, ഇതിന് മരുന്ന് എന്ന് പറഞ്ഞാല് കുരങ്ങന്മാരുടെ ഹൃദയം വേണം, കരള്, അതിനെ മരുന്നുണ്ടാക്കി കൊടുക്കണം. അപ്പൊ അതിനെന്താ രാജാവിന്, അതിന് നമുക്ക് ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുരങ്ങന്മാരെ എല്ലാം പിടിച്ചു വധിച്ചു, മരുന്നുണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചു. അപ്പോ രാജാവിനെ സംബന്ധിച്ചിടത്തോളം കുരങ്ങന്മാർക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത്, അവർ കുതിരകൾക്കാണ്? കാരണം കുതിരയാണ് യുദ്ധത്തിൽ രാജ്യത്തെ സഹായിക്കുന്നത്. അപ്പൊ അതിനാണ് പ്രാധാന്യം കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് അവിടെ ഈ കാര്യങ്ങൾ നേരത്തെ ദീർഘദൃഷ്ടി ഉണ്ടായിരുന്ന ആ കുരങ്ങ് പറഞ്ഞതും അവര് മനസ്സിലാക്കാൻ തയ്യാറായില്ല, നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. അപ്പോ നിർദ്ദേശങ്ങൾ നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് ഭാഗവത്തിലും ഭഗവത്ഗീതയിലും ഒക്കെ, പക്ഷെ നമ്മളത് ഫോളോ ചെയ്യാൻ തയ്യാറായിരിക്കണം. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. പക്ഷെ അതേസമയം വേറെ ഉദാഹരണം ഞാൻ പറയാം. അതായത് കുരങ്ങനും മുതലയും
വളരെ സുഹൃത്തുക്കളായിരുന്നു. ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇവര് തമ്മിൽ വളരെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ദിവസവും മുതല വരും നദിയില് റൈഡ് പോകും. ഡെയിലി അവര് ആസ്വദിച്ചിരുന്നു ബന്ധവും യാത്രയും ഒക്കെ. അപ്പൊ അങ്ങനെയിരിക്കെ മുതലയുടെ പത്നിക്ക് ഒരു ദിവസം ഒരു അസുഖമുണ്ടായി. ആ അസുഖം ഭേദമാവണമെങ്കിൽ കുരങ്ങിന്റെ കരൾ വേണം എന്ന് വൈദ്യൻ നിർദ്ദേശിച്ചു. ഇപ്പൊ കുരങ്ങൻ മുതല പറഞ്ഞു, പേടിക്കണ്ട, കാരണം എന്റെ ഉറ്റ സുഹൃത്ത് കുരങ്ങനാണ്, ഞാൻ ചോദിച്ച എന്തും തരും, കാരണം അത്രയ്ക്ക് ഉറ്റ സുഹൃത്താണ് നമ്മൾ തമ്മിലുള്ളത്. അങ്ങനെ ഈ മുതല അടുത്ത ദിവസം പോയി ഇതുപോലെ കുരങ്ങനെ റൈഡ് സഭയ്ക്ക് തയ്യാറായി. അങ്ങനെ കുരങ്ങനെ മുതലയുടെ കൊണ്ട് നദിയുടെ മധ്യത്തിലെത്തിയപ്പോ മുതല ഈ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം, എന്റെ പത്നിക്ക് സുഖമില്ല, അങ്ങയുടെ കരൾ വേണം എന്ന് പറഞ്ഞപ്പോ ഉടനെ, അപ്പൊ യഥാർത്ഥത്തില് തുടക്കത്തിൽ പറഞ്ഞില്ല, മുതലയും ബുദ്ധിമാനാണ്, പക്ഷെ നദിയുടെ മധ്യത്തിൽ എത്തിയപ്പോഴാണ് പറഞ്ഞത്. അപ്പൊ കുരങ്ങൻ ഇമ്മീഡിയറ്റ് ആയിട്ട് പറഞ്ഞു, എന്തുകൊണ്ട് നീ നേരത്തെ പറഞ്ഞില്ല, കാരണം ഞാൻ നിങ്ങളുടെ ഉറ്റ സുഹൃത്ത്, നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു, എന്തുകൊണ്ട് നേരത്തെ ഇത് പറഞ്ഞില്ല, ഇപ്പൊ ഈ നദിയുടെ മധ്യത്തിൽ എത്തിയപ്പോഴല്ലേ നീ പറയുന്നത്. ഞാൻ എന്റെ കരള് എന്റെ ആ കരയിലെ വൃക്ഷത്തിൽ വെച്ചിട്ടാണ് വന്നത്, എത്രയും പെട്ടെന്ന് തിരിച്ചെന്നെ കൊണ്ടാക്കും, ഞാൻ കരള് തരാൻ എന്ന് പറഞ്ഞു. ഈ കഥ നിങ്ങൾ കേട്ടിട്ടുള്ളോ? അപ്പൊ നേരെ ആ മുതല നേരെ തിരിച്ച് ആ കുരങ്ങനെ കരയിൽ കൊണ്ടെത്തിച്ചു. കുരങ്ങൻ നേരെ വൃക്ഷത്തിൽ കയറിയിട്ട് മുതലയ്ക്ക് ടാറ്റ പറഞ്ഞു. രണ്ട് കഥ ഞാൻ പറഞ്ഞു. ഒന്ന്, അദ്ദേഹം ഒരു രക്ഷപ്പെടാനുള്ള ആപത്ഘട്ടത്തില് അദ്ദേഹം സ്വയം രക്ഷ നേടാനുള്ള ബുദ്ധി ആ കുരങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെ? അപ്പോ അവിടെ ആ ഗുരു ആ സമയത്ത് ഗുരുവിന്റെ സാന്നിധ്യമില്ല, എന്നാലും അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം ആ തീരുമാനം എടുത്തു. അപ്പൊ അതുപോലെ ആയിരിക്കണം നമ്മൾ. ഇതെല്ലാം പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് നമ്മള് ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് വളരെ വ്യക്തമായിട്ട് പ്രഭുപാദിൽ നമുക്ക് പുസ്തകങ്ങൾ കൂടി ചൈതന്യ മഹാപ്രഭുവിന്റെ തത്വം, അചിന്ത്യഭേദ അഭേദ തത്വ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. എല്ലാവരും ഫോളോ ചെയ്യാൻ തയ്യാറായിരിക്കണം. അപ്പൊ ഇവിടെ ചില എന്താ പറയാ, നദിയ നാഗരി അതുപോലുള്ള അനുകരിക്കുന്ന സഹജിയാസ് ഒരു കൂട്ടം ആൾക്കാർ ഉണ്ട്. പലപ്പോഴും നമ്മൾ അതില് പല ഭക്തന്മാരും പ്രത്യേകിച്ച് ബംഗാളിൽ അതിൽ പെട്ടുപോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രഭുപാദിൽ ചില റിപ്പോർട്ടുകൾ അത് ഇങ്ങനെ ഒരു മുന്നറിയിപ്പും കൂടി തരുന്നുണ്ട്. അപ്പൊ അത് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യുന്നുള്ളൂ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ വായിച്ചു നിർത്തിയത് 146 മുതൽ ഇനി അടുത്ത വായിച്ച് തുടങ്ങുക 145 വരെ വായിച്ചു. ഓക്കെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ചെയ്യാനുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള റിയലൈസേഷൻ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിർത്താം. 5:45. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി ഓർമ്മിക്കുക, 145 വരെ വായിച്ചു. 146 അല്ലേ പ്രഭു അടുത്തത്? ഓക്കെ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഓക്കെ, ക്ലോസ് ചെയ്യട്ടെ? ക്ലോസ് ചെയ്യൂ. ഓക്കെ ഓക്കെ ഓക്കെ.